നമസ്കാരം. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇപിയുടെ ആത്മകഥ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് വൻ വിവാദമായിരുന്നു. ആത്മകഥ പുറത്തെത്തിച്ചവരുടെ ഗൂഢനീക്കമൊക്കെ പാളിപ്പോവുകയായിരുന്നു. ഇത് തന്റെ ആത്മകഥയല്ലെന്ന് ഇപി പരസ്യ നിലപാടെടുത്തോടെ വിവാദം അങ്ങ് മുറുകി. ഇപിയുടെ പരാതിയിൽ കോട്ടയം SP നടത്തിയ അന്വേഷണത്തിലാണ് ആത്മകഥാ ഭാഗം ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്ന് കണ്ടെത്തിയത്. പക്ഷേ ഇപിയുടെ ആത്മകഥാ ഭാഗം ഇപി അറിയാതെ എങ്ങനെ DC-യിലെത്തി എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. DC-യിലെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി AV ശ്രീകുമാർ ആത്മകഥ ചോർത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഗൂഢാലോചനയുണ്ടെന്നാണ് തുടക്കം മുതൽ EP ജയരാജന്റെ വാദം. EP ജയരാജന്റെ പരാതിയിലെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും DC ബുക്സിലെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവി ശ്രീകുമാറിന്റെ കൈകളിൽ നിന്നാണ് ആത്മകഥ ചോർന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ ആത്മകഥ DC ബുക്സിന് നൽകിയിട്ടില്ല എന്നാണ് EPയുടെ മൊഴി. അതിനാൽ ആത്മകഥ എങ്ങനെ DC ബുക്സിൽ എത്തി എന്നതിലടക്കം ദുരൂഹതകൾ തുടരുകയാണ്. കേസെടുത്ത് കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും അടക്കം പരിശോധിച്ചിട്ടുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ദുരൂഹത നീക്കാൻ സാധിക്കുകയുള്ളൂ. കേസെടുക്കാൻ 3 മാർഗങ്ങളാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത്. സ്ഥാപനത്തിന്റെ അനുവാദമില്ലാതെ ആത്മകഥ ചോർത്തി എന്നാരോപിച്ച് പ്രസിദ്ധീകരണ വിഭാഗം മേധാവിക്കെതിരെ DC ബുക്സ് പരാതി നൽകിയാൽ കേസെടുക്കാം. കോട്ടയം SP ഷാഹുൽ ഹമീദ് നൽകിയ റിപ്പോർട്ട് DGPയും ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും പരിശോധിക്കും. റിപ്പോർട്ട് അംഗീകരിച്ചാൽ കേസെടുക്കാനുള്ള മാർഗങ്ങൾ പോലീസ് തന്നെ EP ജയരാജനെയും DC ബുക്സിനെയും അറിയിക്കും. ചുരുക്കത്തിൽ കേസെടുത്ത് സത്യം കണ്ടെത്താനാവുമെന്ന തീരുമാനമാണ് ഇനി EPയുടെ കൈകളിലാണ്. EP ജയരാജന്റെ ആത്മകഥ ചോർത്തിയിൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുക്കും. DC ബുക്സ് പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയെ പ്രതി ചേർക്കാനാണ് തീരുമാനം. ആത്മകഥ ചോർന്നത് DC ബുക്സിലെ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയിൽ നിന്നാണെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ. പ്രസിദ്ധീകരണ വിഭാഗം മേധാവിക്കെതിരെ DC ബുക്സ് പരാതി നൽകാൻ കേസെടുക്കാമെന്നും കോട്ടയം SP റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജന്റെ ആത്മകഥ ചോർച്ചയിൽ കേസെടുക്കുവാനാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നിർദ്ദേശം. കോട്ടയം SP-ക്കാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശം. പുതിയ പരാതി വേണ്ടെന്നും നിലവിലെ പരാതിയിൽ കേസെടുക്കാമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വഞ്ചനാ കുറ്റത്തിൽ ശ്രീകുമാറിനെതിരെ കേസെടുക്കും.